ശബരിമല ശാസ്താവിന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ 7 മണിയോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. കിഴക്കേ നടയിൽ സജ്ജമാക്കിയ പ്രത്യേക രഥത്തിലേക്ക് തങ്കയങ്കി പേടകങ്ങൾ പ്രവേശിപ്പിക്കും. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജോ, ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടാനുള്ളത്. വിശദാംശങ്ങൾ ഷിജോ കുര്യൻ. ടി.കെ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്താൻ വേണ്ടിയുള്ള തങ്കയങ്കി രഥഘോഷയാത്ര അല്പസമയത്തിനകം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. രാവിലെ 5 മണിയോടുകൂടി ഭക്തർക്ക് ഈ തങ്കയങ്കി ദർശിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ചിരുന്നു. ആ ദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയത്തിന് ശേഷം ഈ തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് കയറ്റി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി ഓരോ ദിവസവും ഓരോ ക്ഷേത്രത്തിൽ 26-ാം തീയതി ഉച്ചയോടുകൂടിയായിരിക്കും ശബരിമലയിൽ എത്തുക. ഉച്ചയോടുകൂടി ശബരിമലയിൽ എത്തി വൈകിട്ടോടുകൂടി സന്നിധാനത്തെത്തും. സന്നിധാനത്ത് എത്തുന്ന തങ്കയങ്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് സ്വീകരിച്ചുകൊണ്ട് വൈകിട്ടോടുകൂടി ദീപാരാധന നടക്കും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കാണ് തുടക്കമാകുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരികയും തങ്കയങ്കി ദർശിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് വൈകിട്ട് ഈ പറയുന്ന സ്ഥലത്ത് നാളെ മുരിങ്ങമംഗലത്താണ്. ഇന്നിപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ക്ഷേത്രങ്ങളിൽ തങ്ങി നാളെ രാവിലെ മുതൽ വീണ്ടും പ്രയാണം തുടങ്ങും. 420 പവൻ തൂക്കം വരുന്ന ഈ തങ്കയങ്കി 1973 തിരുവിതാംകൂർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവാണ് അയ്യപ്പന് സമർപ്പിച്ചത്. അതാണ് ആചാരപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ട് പുറപ്പെടുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വന്ന ഭക്തർ ഈ തങ്കയങ്കി ദർശിച്ച് ഇവിടുന്ന് മടങ്ങുകയാണ്. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ പ്രത്യേകം രഥം തയ്യാറാക്കിയിട്ടുണ്ട്. ആ രഥത്തിലായിരിക്കും വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി രഥഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുക. ടി.കെ. ശരി, തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമലയിൽ ഇന്നലെയും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും ഉയർന്ന ഭക്തജന തിരക്ക് അനുഭവപ്പെട്ട ദിവസങ്ങളിലൊന്നായിരുന്നു ഇന്നലെ. 1,00,000-ലധികം പേരാണ് ദർശനം നടത്തിയത്. 10,760 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തെത്തി. ശനിയാഴ്ചയാണ് മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി സന്നിധാനത്തെ ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂര ദീപഘോഷയാത്ര ഇന്ന് നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.